ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ടുള്ള 10 സൈക്കോളജിക്കൽ ടിപ്സ് ആൻഡ് ട്രിക്സിനെ പറ്റി നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോയിൽ പറഞ്ഞതുപോലുള്ള കുറച്ചധികം സൈക്കോളജിക്കൽ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാച്ച് ദെയർ ഹാൻഡ്സ്. നമ്മുടെ ബോഡിയിലെ ഏറ്റവും എക്സ്പ്രസീവ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ മുഖമാണ്. എന്നാൽ നമ്മുടെ മുഖത്തേക്കാൾ കൂടുതൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ കൈകൾ എന്ന് പറയുന്നത്. പലപ്പോഴും ആളുകൾ മുഖത്ത് ഒരു ചെറു പുഞ്ചിരിയൊക്കെ വെച്ച് അവരുടെ എക്സ്പ്രഷൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ അവരുടെ കൈകളിൽ നോക്കിക്കഴിഞ്ഞാൽ അവർ കൃത്യമായി എങ്ങനെ ഫീൽ ചെയ്യുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വ്യക്തി വളരെയധികം ടെൻസ്ഡും സ്ട്രെസ്ഡും ആണെങ്കിൽ അയാളുടെ കൈകൾ ചുരുട്ടിപ്പിടിച്ച് അയാളുടെ വിരലുകളെല്ലാം കോർത്ത് വെച്ചിട്ടുണ്ടാവും. എന്നാൽ ഇതേ സമയം അദ്ദേഹം വളരെ കോൺഫിഡൻറ്റും എനർജറ്റിക്കും ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹാൻഡ് മൂവ്മെൻറ്റ്സ് വളരെയധികം ഫ്രീ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഈ രീതിയിൽ നമുക്ക് ഒരു വ്യക്തിയുടെ ഫീലിംഗ് കൃത്യമായി മനസ്സിലാക്കാൻ കൈകൾ ഉപയോഗിച്ച് സാധിക്കും. അടുത്ത പോയിന്റിലേക്ക് പോകുന്നതിന് മുൻപ് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്നത്തെ കാലത്ത് നല്ല മാർക്കോടുകൂടി പഠനം പൂർത്തിയാക്കിയിട്ട് പോലും പലർക്കും ജോലി ലഭിക്കാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ ഇന്ന് റീലെവലിൻ്റെ സഹായത്തോടെ നമ്മുടെ കഴിവിനനുസരിച്ചൊരു ജോലി നമുക്ക് ലഭിക്കാൻ സാധിക്കുന്നു. അതിന് കോളേജ് വിദ്യാഭ്യാസമോ എക്സ്പീരിയൻസോ ഒന്നും തന്നെ ആവശ്യമില്ല. ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ്, ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ്, ബിസിനസ് ഡെവലപ്മെൻറ്റ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് തുടങ്ങിയ മേഖലകളിൽ നമുക്ക് 50 ലക്ഷം രൂപ വരെ വർഷം സാലറിയായി ലഭിക്കുന്ന ജോലികൾ റീലെവൽ വഴി നേടാൻ സാധിക്കും. ഇന്ത്യയിലെ തന്നെ മികച്ച യൂണിക്കോൺ കമ്പനികളായിട്ടുള്ള ക്രെറ്റ്, 1MG, മീഷോ, ഓപ്പൺ കമ്പനി, അപ്ഗ്രാഡ് പോലെ 200ഓളം ലീഡിംഗ് കമ്പനീസിലാണ് നമുക്ക് ജോലി ലഭിക്കുന്നത്. ഇതിൽ ഏറ്റവും കൗതുകമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ജോലി ലഭിക്കാൻ വേണ്ടി നമുക്ക് ഒരു കോളേജ് ഡിഗ്രിയോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ ഒന്നും തന്നെ ആവശ്യമില്ല. ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അടുത്ത ജോലിയിൽ 50% സാലറി ഹൈക്കും നേടാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് റീലെവൽ വെബ്സൈറ്റിൽ കയറി സൈൻ അപ്പ് ചെയ്യുക. അതിനുശേഷം റീലെവൽ കണ്ടക്ട് ചെയ്യുന്ന ഫ്രീ ടെസ്റ്റിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുക. റീലെവലിൻ്റെ ഈ ടെസ്റ്റ് ഫ്രീ ആയി തന്നെ നമുക്ക് അറ്റംപ്റ്റും അതുപോലെ റീ അറ്റംപ്റ്റും ഒക്കെ ചെയ്യാവുന്നതാണ്. മാത്രമല്ല റീലെവലിൻ്റെ വെബ്സൈറ്റിൽ തന്നെ മോക്ക് ടെസ്റ്റും അതുപോലെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഒക്കെ അവൈലബിളുമാണ്. കോളേജ് പഠനം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ റീലെവലിൻ്റെ സഹായത്തോടെ വെറും 15 ദിവസം കൊണ്ട് തങ്ങളുടെ ഡ്രീം ജോബ് അച്ചീവ് ചെയ്ത ഒരുപാട് പേരുണ്ട്. റീലെവലിൻ്റെ വെബ്സൈറ്റിലെ അച്ചീവേഴ്സ് ലീഡർ ബോർഡിൽ നമുക്ക് ഇവരുടെ പേരുകൾ കാണാൻ സാധിക്കുന്നതാണ്. എല്ലാ മാസവും അച്ചീവേഴ്സ് ലീഡർ ബോർഡിൽ പേര് വരുന്ന ആളുകൾക്ക് മാക്ബുക്ക്, ഐഫോൺ, ആപ്പിൾ വാച്ച് പോലെ ഒട്ടനവധി സമ്മാനങ്ങളും റീലെവൽ നൽകുന്നുണ്ട്. ഒരു ജോലിയുടെ കൂടെ ഇത്തരത്തിലുള്ള സമ്മാനങ്ങളും നൽകുന്ന വെബ്സൈറ്റ് ആദ്യമായിട്ടായിരിക്കും. സോ കഴിവിനനുസരിച്ചൊരു ജോലിയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഇന്ന് തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി റീലെവലിൻ്റെ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം ഫ്രീ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അടുത്തത് യൂസ് യുവർ ഹാൻഡ്സ്. നമുക്ക് മറ്റൊരാളുടെ ഹാൻഡ് ജസ്റ്റേഴ്സ് മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തിയുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ലൈഫിലും നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നതാണ്. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഹാൻഡ് ജസ്റ്റേഴ്സ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഹാൻഡ് ജസ്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുകയും ആ രീതിയിൽ നമ്മളെപ്പറ്റി മറ്റുള്ളവരുടെ ഇംപ്രഷൻ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. മാത്രമല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഹാൻഡ് ജസ്റ്റേഴ്സ് ഉള്ളവർക്ക് അവരുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ചെയ്യാനും സാധിക്കും. അടുത്തത് എക്സ്പോസ് യുവർ വീക്ക്നെസ്സസ്. നമ്മൾ പലപ്പോഴും ഒരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിക്കപ്പെടുന്ന ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത് ആൻഡ് യുവർ വീക്ക്നെസ്സസ് എന്നുള്ളത്. പലപ്പോഴും ആളുകൾ അവരുടെ സ്ട്രെങ്ത് തന്നെയാണ് ഒരു വീക്ക്നെസ് ആയിട്ട് പറയാറുള്ളത്. അതായത് ദേ ട്രൈ ടു ഹാർഡ് അല്ലെങ്കിൽ ദേ കെയർ ടു മച്ച് എന്നൊക്കെ പറയുന്നത് അവരുടെ സ്ട്രെങ്ത് തന്നെ അവരൊരു വീക്ക്നെസ് ആയിട്ട് പോർട്രേ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഇവിടെ ഇൻ്റർവ്യൂസിന് വേണ്ടത് ഇത്തരത്തിലുള്ള പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ആൻസർ അല്ല, മറിച്ച് നമ്മുടെ യഥാർത്ഥ വീക്ക്നെസ് എന്താണെന്ന് എക്സ്പോസ് ചെയ്യുകയാണ് വേണ്ടത്. ഇത്തരം ക്വസ്റ്റ്യൻസ് കേട്ട് കഴിഞ്ഞാൽ തന്നെ അവർക്ക് മനസ്സിലാവും നമ്മളിത് വെറുതെ പറയുന്നതാണെന്ന്. അതുകൊണ്ട് തന്നെ ആ ഇൻ്റർവ്യൂ പാസ്സാവാനുള്ള ചാൻസസ് അവിടെ ഡിമിനിഷ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അടുത്ത തവണ ഇതുപോലൊരു ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ പരമാവധി ജെന്യുവനായിട്ടുള്ള ഒരു ഉത്തരം നൽകാൻ ശ്രമിക്കുക. ഈ രീതിയിൽ അവരുമായിട്ട് നമുക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കുകയും നമ്മുടെ മറ്റൊരു വശം അവർക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. അടുത്തത് പെർസ്വേസീവ് റീസണിങ്. നമുക്ക് അടുത്ത തവണ ഒരാളോട് സഹായം ചോദിക്കുന്ന സമയത്ത് ആ വ്യക്തിയോട് എന്തിനാണ് നമ്മൾ സഹായം ചോദിക്കുന്നത് എന്നത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഈ രീതിയിൽ നമ്മൾ അവരെ റീസൺ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പെർസ്വേഷൻ ക്രിയേറ്റ് ആവുകയും ആ വ്യക്തി സ്വമേധയാ നമ്മളെ സഹായിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. അടുത്തത് ബോണ്ടിങ് ഓവർ സീക്രറ്റ്സ്.
നമ്മളൊരു വ്യക്തിയെ പരിചയപ്പെടുന്ന സമയത്ത് അദ്ദേഹവുമായിട്ട് കൂടുതൽ കണക്റ്റ് ആവാൻ ശ്രമിക്കുന്ന സമയത്ത് ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യമാണിത്. നമ്മുടെ ലൈഫിലുണ്ടായിട്ടുള്ള ഒരു ചെറിയൊരു സീക്രട്ട്, ഒരു ഷോർട്ട്, സ്വീറ്റ് ആൻഡ് പേഴ്സണൽ ആയിട്ടുള്ള ഒരു സീക്രട്ട് അവരുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഒരു സീക്രട്ട് അവർ കേൾക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ആ സീക്രട്ട് അവരോട് ഷെയർ ചെയ്യാനുള്ള കാരണം ഒരു ട്രസ്റ്റ് അവരുടെ മേൽ നമുക്കുണ്ട് എന്നൊരു കാരണം കൊണ്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായും ആ ട്രസ്റ്റ് അവർ തിരിച്ചും റെസിപ്രോക്കേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ അധികമാണ്. ഈ രീതിയിൽ നമുക്ക് പെട്ടെന്ന് കൂടുതൽ കണക്റ്റ് ആവാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ആളുകളെ നല്ല രീതിയിലുള്ള സൗഹൃദങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന വളരെ എളുപ്പത്തിലുള്ള ഒരു ട്രിക്കാണ് നമ്മുടെ സീക്രട്ട് ആയിട്ടുള്ളൊരു കാര്യം അവരുടെ അടുത്ത് ഷെയർ ചെയ്യുക എന്നുള്ളത്. അടുത്തത് ഫിസിക്കൽ ടെൻഷൻ. നമ്മളോടൊരാൾ നമുക്കിഷ്ടമല്ലാത്ത രീതിയിലുള്ളൊരു കാര്യം പറയുന്ന സമയത്ത് നമ്മൾ അതിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യാം എന്നുള്ളതിന് ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഫിസിക്കൽ ടെൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആ വ്യക്തിയോട് ദേഷ്യപ്പെടുകയോ വഴക്കിടുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. മറിച്ച് വളരെ സൈലൻ്റായി നിന്നുകൊണ്ട് നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക. അതായത് ആ വ്യക്തിയുമായിട്ട് നല്ല രീതിയിലുള്ളൊരു ഐ കോണ്ടാക്ട്, ഫേം ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുക. മാത്രമല്ല സൈലൻ്റായി നിൽക്കുക. പറ്റുമെങ്കിൽ കൈകൾ കൂടി കെട്ടി നിൽക്കുക. ഈ രീതിയിൽ നമ്മൾ അവിടെ ഒരു ഫിസിക്കൽ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഐ കോണ്ടാക്റ്റും അതുപോലെ നമ്മുടെ സൈലൻസും വളരെ പവർഫുൾ ആയിട്ടുള്ള വെപ്പൻസാണ്. അതുകൊണ്ടാണ് സൈലൻസ് ക്യാൻ സ്പീക്ക് 1000 വേർഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ സൈലൻസും ഐ കോണ്ടാക്റ്റും കാരണം തന്നെ ആ വ്യക്തിയിലേക്ക് നമ്മുടെ ഇൻറ്റൻഡഡ് മെസ്സേജ് കൺവേ ആവുകയും അവർ ഒരുപക്ഷെ അവരുടെ അൺസാറ്റിസ്ഫൈങ് ആയിട്ടുള്ള റെസ്പോൺസ് വരെ ചേഞ്ച് ചെയ്യാനും സാധ്യതയുണ്ട്. അടുത്തത് റീസെൻസി ഇഫക്റ്റ്. നമ്മളൊരു ഇൻ്റർവ്യൂവർ ആണെന്ന് കരുതുക. നമ്മൾ ഒരു ദിവസം 20 പേരെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അതിൽ നമ്മൾ ഏറ്റവും അധികം ഓർത്തിരിക്കാൻ സാധ്യതയുള്ളത് ആരെയായിരിക്കും? നമ്മൾ ഏറ്റവും അവസാനം 20ാമതായി ഇൻ്റർവ്യൂ ചെയ്ത ആ വ്യക്തിയായിരിക്കും നമ്മൾ ഏറ്റവും അധികം ഓർത്തിരിക്കാനുള്ള കാരണം. അത് ആ വ്യക്തിയുടെ ക്വാളിറ്റി കാരണമൊന്നും ആയിരിക്കില്ല. ആ വ്യക്തിയാണ് നമ്മൾ ഏറ്റവും അവസാനമായി ഇൻറ്ററാക്ട് ചെയ്തിട്ടുള്ളത്. ഏറ്റവും റീസെൻ്റായിട്ട് നമ്മൾ സംസാരിച്ചത് അയാളുമായിട്ടാണ്. അതുകൊണ്ട് ആ വ്യക്തിയായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കാനുള്ള സാധ്യത. ഇതിനെയാണ് റീസെൻസി ഇഫക്റ്റ് എന്ന് പറയുന്നത്. റീസെൻസി ഇഫക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വിജയിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും അവസാനം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതിലൂടെ ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തി നമ്മളെ കൂടുതൽ ഓർത്തിരിക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയും റീസെൻസി ഇഫക്റ്റ് കാരണം നമുക്ക് ചിലപ്പോൾ ആ ജോലി ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു ഇഫക്റ്റാണ് പ്രൈമസി ഇഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ റീസെൻസി ഇഫക്റ്റിൽ കണ്ടതുപോലെ നമ്മൾ ഏറ്റവും അവസാനമുള്ള ഒരാളെ ഓർത്തിരിക്കുന്നത് പോലെ തന്നെ പ്രൈമസി ഇഫക്റ്റിൽ നമ്മൾ ഏറ്റവും ആദ്യം ഇൻ്റർവ്യൂ ചെയ്ത ഒരു വ്യക്തിയെ ഓർത്തിരിക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. കാരണം ആ വ്യക്തിയുമായിട്ടാണ് നമ്മൾ ഏറ്റവും ആദ്യം ഇൻ്ററാക്ട് ചെയ്തതും നമ്മളിൽ ഏറ്റവും ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ആ വ്യക്തിക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഓരോ കാൻഡിഡേറ്റിനെയും നമ്മൾ കമ്പയർ ചെയ്യുന്നത് ആദ്യത്തെ വ്യക്തിയുമായിട്ടായിരിക്കും. കാരണം ഇൻ്റർവ്യൂയുടെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത് ആദ്യം നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ആളായിരിക്കും. അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പരമാവധി ആദ്യം അല്ലെങ്കിൽ ഏറ്റവും അവസാനം പോകാൻ ശ്രമിക്കുക. കഴിവതും മിഡിലിൽ പോകുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. അടുത്തത് ഇൻഫെക്ഷ്യസ് എന്തൂസിയാസം. നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് നിർത്തേണ്ടത്, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് കൂടുതൽ എനർജറ്റിക്കായി നിർത്തേണ്ടത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇൻഫെക്ഷ്യസ് എന്തൂസിയാസം എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ സ്വയം എന്തൂസിയാസ്റ്റിക്കായി നിന്നാൽ മാത്രം മതിയാവും. എന്തൂസിയാസം എന്ന് പറയുന്നത് നമ്മൾ ചിരിക്കുന്നത് പോലെയാണ്. അത് പെട്ടെന്ന് തന്നെ മറ്റുള്ളവരിലേക്ക് പടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ച് എന്തൂസിയാസ്റ്റിക്കായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് തീർച്ചയായും മറ്റുള്ളവരെയും കൂടുതൽ എന്തൂസിയാസ്റ്റിക്കായി മാറ്റുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം സ്വയം എന്തൂസിയാസ്റ്റിക്കായി നിൽക്കാൻ ശ്രമിക്കുക മാത്രം ചെയ്താൽ മതിയാവും. അവസാനത്തേത് കോൺഫിഡൻറ്റ് പോസ്ചർ. ഇറ്റ് ഓൺലി ടേക്സ് യുവർ ബോഡി പോസ്ചർ ടു കമ്മ്യൂണിക്കേറ്റ് യുവർ കോൺഫിഡൻസ്. നമ്മൾ കോൺഫിഡൻ്റ് ആയ ഒരു സ്പീച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സ്പീച്ചിലെ കോണ്ടൻറ്റ് മാത്രമല്ല, മറിച്ച് നമ്മുടെ ബോഡി പോസ്ചർ കൂടി അവിടെ നമ്മുടെ കോൺഫിഡൻറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഹാൻഡ് ജെസ്റ്റേഴ്സ്, നമ്മുടെ വോക്കൽ ടോൺ, നമ്മുടെ പോസ്ചർ, ഇതെല്ലാം തന്നെ നമ്മുടെ കോൺഫിഡൻസിൻ്റെ സിമ്പിളായിട്ട് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ മാത്രമല്ല നമ്മുടെ കോൺഫിഡൻസ് ആളുകൾ മനസ്സിലാക്കുന്നത്, മറിച്ച് നമ്മളെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, നമ്മളെങ്ങനെ ക്യാരി ചെയ്യുന്നു എന്നുള്ളതും കൂടി ആളുകൾ നമ്മുടെ കോൺഫിഡൻസിനെ പറ്റി പെർസീവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. So always start with a confident body posture and the rest will follow. ഡെയിലി ലൈഫിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള സൈക്കോളജിക്കൽ ടിപ്സ് ആൻഡ് ട്രിക്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. തീർച്ചയായും ഇവയെല്ലാം തന്നെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിലൂടെ ലൈഫിൽ കൂടുതൽ സക്സസ്ഫുൾ ആവാൻ സാധിക്കുന്നതാണ്.